ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. അന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പിടിച്ചേക്കാണ്. ദിസ് മൈ എൽഡസ്റ്റ് സൺ എയ്തൽ. അപ്പോൾ ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ പരിപാടിക്ക് അവൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് എന്താണ് അവൻ്റെ പേര്? ഇൻവർലി എന്നാണ്. അതായത് ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 45 minutes ദൂരെയാണ്. ലെറ്റ്സ് ഗോ there. Let's see if we can find something there. So, welcome to the show. ഞാൻ ഇൻവർലിയിൽ എത്തിയപ്പോഴാണ് ഓർത്ത് ഇത് 1854 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ടൗൺഷിപ്പാണ്. നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്തോട്ടൊക്കെ ചെല്ലുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഇൻവർലി കൂടി ഒരു റിവർ ഒഴുകുന്നുണ്ട്. ആ റിവറിൻ്റെ പേരാണ് ലീ റിവർ ഓർ ബാർവൺ റിവറിലേക്കാണ് ഇത് പോയി ചേരുന്നത്. ബാവൺ റിവർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെയുള്ള പിള്ളേരുടെ പരിപാടിയാണ്. ഈ കാണുന്ന മരത്തിലൊക്കെ ഉണ്ടോ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി അടിച്ചു വെച്ചേക്കുന്നുണ്ട്. ഇതിങ്ങനെ മുകളിൽ കയറി അതിന് മുകളിൽ കൂടെ കയറി ഈ ഇതിലേക്കൂടെ വെള്ളത്തിലോട്ട് ചാടാനൊക്കെയുള്ള പരിപാടി. ഇവിടെ ഒത്തിരി നേച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇവിടുത്തെ ആൾക്കാരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ പരിപാടികൾ ചെയ്തു വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായൊരു സ്ഥലം. ഞാൻ കോട്ടയത്തു നിന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആ പുതുപ്പള്ളി ഏരിയയോ അല്ലെങ്കിൽ ഇച്ചിരൂടൊക്കെ അങ്ങ് മൂവ് ചെയ്ത് നമ്മളങ്ങ് പോകുകയാണെങ്കിൽ 26 മൈലോ എന്നൊക്കെ പറഞ്ഞ് കിഴക്കോട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലുള്ള ഒരു സ്ഥലമാണ്. മുഴുവൻ പുല്ല് വളർത്തുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതൽ. കാരണം ഇവിടെ ഒത്തിരിയും പശുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വൺ ഓഫ് ദി ബിസിനസ്സാണ്. അതായത് വലിയ വലിയ ഏരിയകളിൽ പുല്ല് വളർത്തുവർ, പുല്ല് നല്ല ഒരു നെഞ്ചൊപ്പം പൊക്കം വളർത്തിയിട്ട് അതിനെ വെട്ടി ഇങ്ങനെ ഉരുണ്ട ഡ്രമ്മുകളാക്കും. ഈ ഡ്രമ്മുകളാക്കിയിട്ട് അവർ വിൽക്കും. അത് നല്ലൊരു പരിപാടിയാണ് ഇവിടെ. മാത്രമല്ല ഇവിടെ ഇതുപോലൊക്കെയുള്ള ഏരിയ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൗൺസിൽ ഇത് പുല്ലൊക്കെ ചുമ്മാ ഇങ്ങനെ വളർന്ന് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കൗൺസിൽ അത് വന്ന് ഫൈൻ അടിക്കും. അത് ചില്ലറ ഫൈനൊന്നുമല്ല, നല്ല ഫൈനാണ് അടിക്കുന്നത്. ചെറിയ ഏരിയയൊക്കെ 600, 800, 900, 1000 അതിനൊക്കെ മുകളിലാണ് ഫൈൻ അടിക്കുന്നത്. അത്രയും ഭയങ്കര ഹയറായിട്ട് ഒക്കെ ഫൈനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാർ ഇതിപ്പോൾ ഒരു 3 ഏക്കർ 4 ഏക്കറൊക്കെ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ 1 ഏക്കറെങ്കിലും ഉണ്ട് എല്ലാവർക്കും. അതുപോലുള്ള പുൽമേടുകളാണ് ഇവിടെ കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയയുടെ ഔട്ട് ബാക്കുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൺട്രി സൈഡ് ടൗൺ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ആൾതാമസം വളരെ കുറവാണ്, പീസ്ഫുള്ളാണ്. എന്നാൽ മെയിൻ ടൗണിൽ നിന്ന് വലിയ ദൂരെയല്ല. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇൻവർലി. പിന്നെ ഓസ്ട്രേലിയയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മരങ്ങളായിരിക്കും ഇവിടുത്തെ കാടുകളിൽ മുഴുവൻ എന്നാണ്. ഇവിടുത്തെ കാടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മഹാ കോമഡിയാണ്. നമ്മുടെ ഒരു നെഞ്ചൊപ്പം അല്ലെങ്കിൽ തലയൊപ്പം പൊക്കത്തിലുള്ള ബുഷുകളാണ് ഇവിടുത്തെ ബുഷ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ബുഷുകളാണ്. പിന്നെ നമ്മൾ വിചാരിക്കും ഇതുപോലുള്ള ബുഷാണെങ്കിലും കാട്ടിലാണെങ്കിലും ഈ പറയുന്ന പോലുള്ള വലിയ വന്യമൃഗങ്ങളും ജീവികളും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ കാടുകൾ എന്ന് പറയുന്നത്, അതായത് ഇതുപോലെ മരങ്ങളുള്ള കാടുകൾ എന്ന് പറയുന്നത് കൂടുതലും വെച്ച് പിടിപ്പിച്ചതായിരിക്കും, മാൻമെയ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാടുകളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതായത് വലിയ കാര്യങ്ങളൊക്കെയുള്ള കാടുകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ കൂടുതലും ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള കാടുകളിൽ വലിയ വന്യമൃഗങ്ങളും ജീവികളും ആനയും കടുവയും പാറ്റയും പുലിയും ഒക്കെ ഉണ്ടെന്ന് പാറ്റയല്ല പുലിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇവിടെ മാക്സിമം കാണാൻ സാധ്യതയുള്ളത് കുറേ കങ്കാരൂസും. കങ്കാരു എന്ന് മലയാളത്തിൽ പറഞ്ഞാലും കാങ്ക്രൂ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവിടെ വന്ന ആരെങ്കിലും കങ്കാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കോമഡിയാണ്. മലയാളത്തിൽ അത് എഴുതുമ്പം കങ്കാരു എന്ന് എഴുതുന്നതുകൊണ്ടാണ് ഇത് കങ്കാരു എന്ന് പറയുന്നത്. പക്ഷേ കാങ്ക്രൂസ് എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പറയേണ്ടത് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതുപോലുള്ള കുറേ കാങ്ക്രൂസ് കാണും, അല്ലെങ്കിൽ കൊവാലാസ് കാണും. അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ മൃഗങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറ്റാക്കിംഗ് ഒന്നുമല്ല. ഡ്രോപ്പ് ബെയർ എന്ന് പറയും കൊവാലയ്ക്ക്. അതായത് ബേഴ്സാണ്, അത് കരടിയുടെ ഒരു രൂപമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇത് താഴെ കൂടെ പോകുന്ന ആരുടെയും തലയിലോട്ട് വീഴാനുള്ള ഒത്തിരിയാണ് അങ്ങനെ വീണ് ചത്തു പോകുന്നുണ്ട്. പക്ഷേ ആരുടെയും തല വീണ് ഇതുവരെ ചത്തായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ അതിന് ഡ്രോപ്പ് ബെയർസ് എന്നൊരു വേർഡിങ് ഉണ്ട് അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ജീവികളൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ വിഷം വമിക്കുന്ന ജീവികളോ അങ്ങനെയൊന്നും കുറവാണ്. ഉണ്ട് ഓസ്ട്രേലിയയുടെ, അതായത് നമ്മൾ ആ കോണ്ടിനെൻ്റ് ഇങ്ങനെ വിചാരിക്കുമ്പോൾ അതിൻ്റെ ഹാഫിന് മുകളിലോട്ട് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമുള്ള ജീവികളുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 22 വർഷമായെന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ
ഇതുവരെയും എങ്ങും ഒരു പാമ്പിനെ പോലും 2 തവണ കണ്ടിട്ടുണ്ട്. രണ്ട് തവണ ലൈഫിൽ ഞാനിവിടെ വന്നിട്ട് പാമ്പിനെ കണ്ടിട്ടുള്ളൂ. കാരണം റോഡ് ഇങ്ങനെ ഒരിക്കലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പാമ്പ് പോകുന്നത് കണ്ടു. പക്ഷേ എനിക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല. അതിന് മുകളിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി ചത്തുപോയി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ണാടി കൂടെ നോക്കിയപ്പോൾ ഇതിങ്ങനെ തെറിച്ച് പോകുന്ന കണ്ടു. ഈ സ്പൈറൽ ചെയ്തിങ്ങനെ പോകുന്ന കണ്ടു. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ ഫിഷിങ്ങിന് പോയപ്പോഴത്തേന് ഇവിടുന്ന് ഒരു 6-7 മണിക്കൂർ അവേ, അതായത് ന്യൂ സൗത്ത് വെയിൽസിൻ്റെ സൈഡിലോട്ട് ഞാൻ ഒരിക്കൽ ഫിഷിങ്ങിന് പോയപ്പോഴത്തേന് അവിടെ ചെന്നപ്പോൾ ഒരു പാമ്പിങ്ങനെ പോകുന്നുണ്ട്. റെഡ് ബെല്ലി ആയിരുന്നു, നല്ല കൂടിയ ഇനമായിരുന്നു. പക്ഷേ എന്നിരിക്കലും ഇതൊന്നും നമുക്ക് ഇവിടെ ആരും പാമ്പ് കടിച്ച് ചത്തുന്നോ അല്ല ഇവിടെ ആരും വിഷം തീണ്ടി ചത്തുന്നോ ഒന്നും ഇതുവരെയും കേട്ടിട്ടില്ല കേട്ടോ. ഉണ്ടാവാം, പക്ഷേ കേട്ടിട്ടില്ല. എന്നാൽ ഈ ഹാഫിന് മുകളിലോട്ടുള്ള ഏരിയയിൽ ഇഷ്ടംപോലെ വിഷം ഉള്ള ജീവികളുണ്ട്. പിന്നെ ഈ ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്തപ്പോഴത്തേന് എപ്പോഴും ഈ ഹാഫിന് താഴോട്ടാണ് അവർ ഈ പറയുന്ന പോലുള്ള ആദ്യത്തെ കോളനികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ അതെല്ലാം കുറച്ച് അന്യം നിന്ന് തീർന്നതായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഹാഫിന് മുകളിലോട്ട് ലോകത്തിലെ 10 ഏറ്റവും വിഷമുള്ള ജീവികളിൽ 8 7 5 കണ്ട് ഇതിന് മുകളിലോട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ ഒക്കെയുള്ള ഏരിയയാണ്. പിന്നെ ഒരേ ഒരു കാര്യം ഇവിടെ പേടിക്കാനുള്ളത് കാട്ടുതീയാണ്. കാട്ടുതീ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാം കൊണ്ടും വേറെ സമാധാനമാണ്. അതിനൊക്കെ ഒത്തിരി മെഷേഴ്സ് അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാട്ടുതീ ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ല. ഏതൊരിക്കലും ഓസ്ട്രേലിയ നല്ലൊരു രാജ്യമാണ്, ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ അമേരിക്ക പോലെയോ അല്ലെങ്കിൽ കാനഡ പോലെയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം അമേരിക്ക ആണെങ്കിൽ ഓവർ പോപ്പുലേഷൻ്റെ പ്രശ്നമുണ്ട്, ഗൺ കൾച്ചറുണ്ട്. ഇവിടെയും ഗണ്ണൊക്കെ ഉണ്ട്, പക്ഷേ ആർക്കാ ഉള്ളതെന്ന് പോലും അറിയത്തില്ല. അവിടെ ആണെങ്കിൽ ഒരാൾക്ക് തന്നെ ഒരാളുടെ വീട്ടിൽ തന്നെ കാണും ചിലപ്പോൾ 3, 4, 5 ഗണ്ണൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു കൾച്ചറുള്ള സ്ഥലമാണിത്. നല്ല റിച്ച് ഇംഗ്ലീഷ് കൾച്ചറുള്ളതാണ്. ഇപ്പോൾ ഒത്തിരി ഇന്ത്യക്കാർ കയറി വരുന്നതുകൊണ്ട് കൾച്ചറിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നല്ല റിച്ച് ഇംഗ്ലീഷ് കൾച്ചറും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല മനുഷ്യരാണ്. ഇവിടെയൊക്കെ റേസിസം വലിയ പ്രശ്നമാണ്. എനിക്കും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നുള്ളൂ. നമുക്ക് ഒത്തിരിയും കേട്ടിട്ടുണ്ട് വന്ന കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടൊന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഓസ്ട്രേലിയ നല്ല ജീവിക്കാൻ പറ്റിയ ഒരു കൺട്രിയാണ്. ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് നമുക്ക് മേടിച്ച് ഒരു 1 ഏക്കർ സ്ഥലം 2 ഏക്കർ സ്ഥലമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു $500,000 തൊട്ട് $1 million വരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര എമൗണ്ടാണ്, കോടികളാണ്. പക്ഷേ ഇവിടുത്തെ അതൊരു നോർമൽ റേറ്റാണ്. നമുക്ക് ഫുള്ള് ബാങ്കിൽ നിന്നും നമ്മുടെ ഹിസ്റ്ററി ഒക്കെ ഓക്കെ ആണെങ്കിൽ ബാങ്കിൽ നിന്നും നമുക്ക് ലോണും എല്ലാം കിട്ടും. ഈ കാണുന്ന കാറുകളും എല്ലാവരും ആരും പൈസ കൊടുത്ത് ഫുൾ മണി കൊടുത്തൊന്നും മേടിക്കുന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ കാറുകൾ മേടിക്കുന്ന ഫുൾ പേയ്മെൻറ്റ് കൊടുത്താൽ ഞാൻ മേടിക്കത്തുള്ളൂ. എനിക്ക് പിന്നീട് ഇങ്ങനെ മന്ത്ലി അടവെന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും എല്ലാവർക്കും കാറുകളും വീടുകളും ഒക്കെ വളരെ ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ചേരുക എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ ഓരോരുത്തർ വന്ന് നിർത്തുന്നുണ്ട്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഒരു പുള്ളി വരുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കട്ടെ. Hey bro. Oh, I thought you were a speed camera. No. ഇവിടെ ഈ സ്പീഡ് ക്യാമറയുടെ ഒരു ശല്യമുണ്ട്. ആൾക്കാരിങ്ങനെ പലയിടത്തും കൊണ്ട് വണ്ടി ഇട്ടിട്ട് സ്പീഡിങ് പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പോലീസിന് തന്നെയാണ്. അപ്പോൾ ഈ പുള്ളി ഓർത്തു ഞാൻ സ്പീഡ് ക്യാമറയാണെന്ന് ഓർത്തു. ഞാനിവിടെ വഴി സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തി ഇട്ട് വർത്താനം പറയുമായിരുന്നല്ലോ. അപ്പോൾ പുള്ളി വന്നതിനോട് സംസാരിച്ചിട്ട് പോയി സ്പീഡ് ക്യാമറയാണെന്ന് ഓർത്ത് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം 100 സോണിൽ നിന്ന് 80 സോണിലോട്ട് കയറുന്നതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ കിടക്കുന്നത്. 60 സോണിലോട്ട് കിടക്കുന്നിടത്താണ് കിടക്കുന്നത്. ശരിയായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്പീഡ് ക്യാമറ ഇടാൻ പാടുള്ളതല്ല. അയാൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേനും നമ്മളൊരു സ്പീഡ് ക്യാമറയാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പുള്ളി എന്നോട് പറയാമെന്നായിരിക്കും മാറ്റിയിടാനായിട്ട്. കാരണം ഇവിടുത്തെ ഇതൊക്കെ ഫ്രാഞ്ചൈസികളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള സ്പീഡിൽ വന്നിട്ട് ആൾക്കാർ ഈ പറയുന്ന പോലെ ഒത്തിരി ഫൈൻ അടിക്കാനൊക്കെ ഉള്ള പരിപാടികളുണ്ട്. എന്നാലും ഫണ്ണിയായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ പറയാനുള്ളത്. ഓസ്ട്രേലിയ നിങ്ങളൊരു
ചില ആൾക്കാരെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള രീതി കാണുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല. നല്ല കൺട്രിയാണ്, ജീവിക്കാൻ പറ്റിയ കൺട്രിയാണെന്ന് പറയാനായിരുന്നു. എന്നാൽ ചില ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലർ എനിക്ക് പണ്ടത്തെ വീഡിയോ ഇതിലൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു, ഞങ്ങൾക്ക് ഒരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ, ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട്, എല്ലാം നമ്മൾ ബുദ്ധിമുട്ടായിട്ട് കണ്ടാൽ അങ്ങനെയാണ്. എന്തായാലും ഒരു 5 വർഷം അല്ലെ 10 വർഷം സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സേഫാണ് കേട്ടോ. അതിപ്പോൾ എവിടെ ആണെങ്കിലും ഉണ്ട്. നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ 5 വർഷം 10 വർഷം സ്ട്രഗിൾ ചെയ്യത്തില്ല. നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ സ്ട്രഗിളാണ്. പിന്നെ ആ സ്ട്രഗിൾ നമ്മുടെ കുട്ടികൾക്ക് പാസ് ചെയ്ത് കൊടുക്കുക, അവർ സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ പോകാം. ഇവിടെ അങ്ങനെയല്ല, ഒരു 10 വർഷം സ്ട്രഗിൾ ചെയ്താൽ നമ്മൾ സെറ്റിലാവും, പിന്നെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ തോട്ടുകൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു വീഡിയോയുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.